ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമം തുടരുന്നു. ചിറ്റഗോങ്ങിൽ ഒരു ക്ഷേത്രം കൂടി തകർത്തു. ആചാര്യൻ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് അക്രമം. അതേസമയം ഇസ്കോണിനെ നിരോധിക്കണമെന്ന ആവശ്യം ബംഗ്ലാദേശ് ഹൈക്കോടതി തള്ളിയത് സർക്കാരിന് കനത്ത തിരിച്ചടിയാണ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമം അത് തുടരുകയാണ്. വീണ്ടും ചിറ്റഗോങ്ങിൽ ഒരു ക്ഷേത്രം കൂടി തകർത്തിരിക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? നിഖിൽ, ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമങ്ങളിലും ഒപ്പം ആചാര്യൻ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിക്കുകയാണ്. പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടയിലാണ് വീണ്ടും ഒരു ക്ഷേത്രത്തിന് നേരെ അതിക്രമം ഉണ്ടായിട്ടുള്ളത്. ചിറ്റഗോങ്ങിലെ ക്ഷേത്രത്തിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ആ ക്ഷേത്രം അടിച്ചു തകർക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനെതിരെ വലിയ പ്രതിഷേധം ചിറ്റഗോങ്ങിൽ അരങ്ങേറിയിരുന്നു. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും ഹിന്ദുവും പാഴ്സിയും സിഖും ക്രിസ്ത്യനും ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമുദായങ്ങൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ, മതവിഭാഗങ്ങൾ കടുത്ത വിവേചനവും അതിക്രമങ്ങളും നേരിടുകയാണ്. അത് സംബന്ധിച്ച വലിയ പ്രതിഷേധങ്ങൾ ബംഗ്ലാദേശിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുമ്പോഴും ഇടക്കാല സർക്കാരും ഒപ്പം ഇത്തരം അതിക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരും ആ ഒരു നിലപാട് തന്നെ തുടരുകയാണ്. നിലവിൽ ബംഗ്ലാദേശ് ഒരു പൂർണ്ണ ഇസ്ലാമിക് സ്റ്റേറ്റായി മാറാനുള്ള, ഇസ്ലാമിക രീതികൾ മാത്രം അനുസരിച്ച് മുൻപോട്ട് പോകുന്ന രാജ്യമായി മാറാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് അവിടുത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും ഒപ്പം തീവ്ര ഇസ്ലാമിക നിലപാടുള്ള നിലവിൽ ഭരണ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളും വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള നീക്കം ബംഗ്ലാദേശിൽ നടക്കുന്നു. അതിൻ്റെ ഭാഗമായി അവിടെ മതന്യൂനപക്ഷങ്ങളോട് ആവശ്യപ്പെടുന്നത് തന്നെ ഇസ്ലാമിക രീതികൾക്കനുസരിച്ച് ജീവിക്കണം എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ വീട് ഉപേക്ഷിച്ചുകൊണ്ട്, ജോലി രാജിവെച്ചുകൊണ്ട്, സർക്കാർ ജോലി രാജിവെച്ചില്ലെങ്കിൽ വലിയ ഭീഷണികൾ അല്ലെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നുള്ളതാണ് അവിടുത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളോട് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല ആളുകളും ജോലിയും വീടും സ്വന്തം സ്ഥലവും ഉപേക്ഷിച്ചുകൊണ്ട് പലായനം ചെയ്യുന്ന അവസ്ഥയുണ്ടായി. മാസങ്ങൾക്ക് മുൻപ് നടന്ന ഹിന്ദു വംശഹത്യയിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു, ആരാധനാലയങ്ങൾ തകർത്തു, വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ, മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കും എന്ന് വലിയ പ്രഖ്യാപനം നടത്തിയിരുന്നെങ്കിലും ഇടക്കാല സർക്കാരും പഴയ പാത തന്നെയാണ് പിന്തുടരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വംശഹത്യകൾക്ക്, അതിക്രമങ്ങൾക്ക് മൗനം പാലിക്കുകയാണ്, അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇസ്കോണിനെ നിരോധിക്കണമെന്നൊരാവശ്യവുമായി അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതിന് സർക്കാർ നൽകിയ മറുപടി ഇസ്കോണിനെ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്, അത് വർഗീയ സംഘടനയാണ് എന്ന മറുപടിയാണ് അറ്റോർണി ജനറൽ ബംഗ്ലാദേശ് സർക്കാരിന് വേണ്ടി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. എന്നാൽ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ തീരുമാനം, നിലവിൽ അത്തരത്തിലൊരു നിയന്ത്രണത്തിന്റെ ആവശ്യമില്ല, സർക്കാരിൻ്റെ നിയമ നടപടികൾ തന്നെ ധാരാളമാണ് എന്ന കോടതിയുടെ തീരുമാനം ഈ ഇസ്കോൺ വിഷയവുമായി ബന്ധപ്പെട്ട ബംഗ്ലാദേശ് സർക്കാരിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നിമിഷങ്ങളിലും ബംഗ്ലാദേശിൻ്റെ മണ്ണിൽ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ കടുത്ത വിവേചനവും അതിക്രമവും നേരിടുകയാണ്. ഇടക്കാല സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. ഭാരതം ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മതന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടണം, അവരുടെ ആരാധനാലയങ്ങൾ, അവരുടെ ആരാധനാ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ബംഗ്ലാദേശിനോട് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു. വിവിധ ലോകരാഷ്ട്രങ്ങൾ, കായിക താരങ്ങൾ, കലാകാരന്മാർ ഇവരെല്ലാം തന്നെ ബംഗ്ലാദേശിന്റെ മണ്ണിൽ നടക്കുന്ന ഈ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നിഖിൽ.